എല്ലാവർക്കും ഗൈഡ് ഫോർ കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസ് 12 കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സോളിഡ് സ്റ്റേറ്റിൻ്റെ പാർട്ട് 3 വീഡിയോ ആണ് കേട്ടോ ചെയ്യണേ. അപ്പോൾ നമ്മൾ ഓൾറെഡി പാർട്ട് 1ഉം 2ഉം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ആ ഐ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിലേക്ക് പോകാൻ സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇന്ന് തുടങ്ങേണ്ടത് ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് വെച്ചിട്ടാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. Point defect in solids are also possible when foreign atoms or ions are present at the lattice site or at the vacant voids. അതായത് സോളിഡ്സിൽ പോയിന്റ് ഡിഫക്റ്റ് വേറൊരു രീതിയിലും കൂടി പോസിബിൾ ആണ്. എങ്ങനെയാണ്? ഫോറിൻ ആറ്റം അല്ലെങ്കിൽ ഫോറിൻ അയോൺസ് ഒക്കെ ലാറ്റിസ് സൈറ്റിൽ അല്ലെങ്കിൽ വോയിഡിൽ കയറിയിരുന്നാലും ഇങ്ങനത്തെ പോയിന്റ് ഡിഫക്റ്റ് സംഭവിക്കും. അപ്പോൾ നമ്മളിവിടെ അങ്ങനത്തെ ഒരു എക്സാമ്പിളാണ് നോക്കാൻ പോകുന്നത്. ഇൻട്രൊഡ്യൂസിങ് ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് ഇൻ അയണിക് സോളിഡ്സ്. അയണിക് സോളിഡിൽ നമ്മൾ കുറച്ച് ഇംപ്യൂരിറ്റി ഇടുകയാണ്. So if NaCl containing a small amount of SrCl2 is allowed to crystallize on cooling, some of the sites of Na plus ions are occupied by Sr2 plus. അതായത് നമ്മൾ മോൾട്ടൺ ആയിട്ടുള്ള NaCl കുറച്ച് SrCl2 കൂടി ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് അവരെ കൂളിപ്പിച്ചു. അങ്ങനെ ചെയ്യുമ്പോൾ എന്തുണ്ടാവും വെച്ചാൽ Na plus ionsൻ്റെ സൈറ്റിൽ കയറിയിട്ട് Sr2 plus കയറിയിരിക്കും. Since Na plus and Sr2 plus are having different oxidation state, vacancy is created. അതായത് Na പ്ലസിന് പകരം Sr2 പ്ലസ് കയറിയിരിക്കുമ്പോൾ രണ്ടിനും ഡിഫറെൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് അല്ലേ. അപ്പോൾ ഒരു Na പ്ലസിൻ്റെ പൊസിഷനിൽ Sr2 പ്ലസ് ഒരെണ്ണം കയറിയിരിക്കുമ്പോൾ എന്തുണ്ടാവും? അവിടെ ഒരു വേക്കൻസി വരും അല്ലേ. For every Sr2 plus introduced in the crystal, there is a removal of 2 Na plus ion. അപ്പോൾ ഒരു Sr2 plus കയറിയിരിക്കുകയാണെങ്കിൽ 2 Na plus ഇറങ്ങണ്ടേ, എന്നാലല്ലേ ബാലൻസ്ഡ് ആവുള്ളൂ. So only one of the position is occupied by Sr2 plus, leaving the other vacant. അപ്പോൾ ഒരു Sr2 plus കയറുന്നുള്ളൂ, 2 Na plus ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഒരു എണ്ണേൻ്റെ സ്ഥലത്ത് വേണമെങ്കിൽ Srന് കയറിയിരിക്കാം, പക്ഷെ ബാക്കി ഒരു Na വേക്കൻ്റ് ആയിട്ട് കിടക്കില്ലേ. These vacancy defect lead to the high electrical conductivity of solids. അപ്പോൾ ഈ വേക്കൻസിയാണ് ആ സോളിഡ്സിൻ്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഇത്രയും ഹൈ ആവാൻ കാരണമാവുന്നത്. AgCl with CaCl2 എന്ന് പറയുന്നതാണ് വേറെ എക്സാമ്പിൾ. ഇനി the process of adding impurities to a crystalline substance so as to change its properties called doping. Doping എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് അതിലേക്ക് നമ്മൾ ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്യാണ്. എന്തിനാണ് ആഡ് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ പ്രോപ്പർട്ടി മാറ്റാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ഒരു പ്രോസസ്സിനെയാണ് ഡോപ്പിംഗ് എന്ന് പറയുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഇസ് ഡോപ്പിംഗ് എന്ന് ചോദിക്കാറുണ്ട്. ഇനി അടുത്തത് ഇൻട്രൊഡ്യൂസിങ് ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് ഇൻ കോവലൻറ്റ് സോളിഡ്സ്. നമ്മൾ കോവലൻറ്റ് സോളിഡ്സിലാണ് ഇങ്ങനെ ഇംപ്യൂരിറ്റി ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ഡിഫക്റ്റാണ് അവിടെ ഉണ്ടാവുക, എന്തൊക്കെയാണ് സംഭവിക്കുക നോക്കാം. അപ്പോൾ ഇത് സെമി കണ്ടക്ടേഴ്സിലാണ് സംഭവിക്കുക. N ടൈപ്പ് സെമി കണ്ടക്ടർ അതാണ് ആദ്യത്തെ. 2 ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ട്, N ടൈപ്പും P ടൈപ്പും. അപ്പോൾ നമുക്ക് ആദ്യം N ടൈപ്പ് സെമി കണ്ടക്ടർ എന്താ നോക്കാം. 14th group elements such as silicon and germanium have 4 valence electron in their crystals. അതായത് 14th group elements ആയിട്ടുള്ള സിലിക്കണിനും ജെർമാനിയത്തിനും അവരുടെ ക്രിസ്റ്റലിൽ 4 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടാവും. ഓക്കെ, ഈച്ച് ആറ്റം ഫോംസ് 4 കോവലന്റ് ബോണ്ട് വിത്ത് ഇറ്റ്സ് നൈബേഴ്സ്. അപ്പോൾ ഓരോ ആറ്റവും അതിൻ്റെ നൈബറായിട്ട് 4 കോവലന്റ് ബോണ്ട്സ് ഉണ്ടാക്കും. When doped with 15th group elements such as phosphorus or arsenic, they have 5 valence electrons. 1 excess electron is left on each atom after forming 4 covalent bond with silicon and germanium. അതായത് ഈ 14th ഗ്രൂപ്പ് എലമെൻസിനെ നമ്മൾ 15th ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആയിട്ടുള്ള ഫോസ്ഫറസും ആർസനിക്കും ആയിട്ട് ഡോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇംപ്യൂരിറ്റീസ് ഒരു ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസിലേക്ക് ആഡ് ചെയ്ത് അവരുടെ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യുക അല്ലേ. അപ്പോൾ ഇവിടെ 15th ഗ്രൂപ്പും 14th ഗ്രൂപ്പും കൂടി ഡോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവർക്ക് 15th ഗ്രൂപ്പിന് 5 വാലൻസ് ആണ് ഉള്ളത് അല്ലേ. സോ ഒരു എക്സസ് ഇലക്ട്രോൺ ഉണ്ടാവില്ലേ, അത് ആ ആറ്റത്തുമ്പോൾ എങ്ങനെ കിടക്കും? 4 കോവലന്റ് ബോണ്ട് സിലിക്കണും ജെർമാനിയും ആയിട്ട് അവർ ബോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എക്സസ് ആയിട്ട് ഒരു ഇലക്ട്രോൺ ഉണ്ടാവും. ദിസ് എക്സസ് ഇലക്ട്രോൺ ഗിവ് റൈസ് ടു ഇലക്ട്രോണിക് കണ്ടക്ഷൻ ഓർ N ടൈപ്സ് കണ്ടക്ടർ. അപ്പോൾ ഈ എക്സസ് ആയിട്ടുള്ള ഇലക്ട്രോൺ ആണ് നമ്മുടെ ക്രിസ്റ്റലിൽ ഇലക്ട്രോണിക് കണ്ടക്ഷന് കാരണമാവുന്നത്. അപ്പോൾ ഇതിനെയാണ് N ടൈപ്പ് കണ്ടക്ടർ എന്ന് വിളിക്കുക. Such semiconductors are called N-type semiconductors. അപ്പോൾ അത്തരത്തിലുള്ള സെമികണ്ടക്ടേഴ്സിനെയാണ് N-type എന്ന് വിളിക്കുക. അപ്പോൾ N-type semiconductor എന്ന് പറഞ്ഞാൽ എന്താണ്? 14th elements ആയിട്ടുള്ള സിലിക്കണും ജെർമാനിയത്തിനെ നമ്മൾ 15th ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആയിട്ടുള്ള ഫോസ്ഫറസ് ആർസനിക് ആയിട്ടൊക്കെ ഡോപ്പ് ചെയ്യിക്കണം. അപ്പോൾ 15th ഗ്രൂപ്പ് എലമെൻറ്റ്സിന് ഉണ്ടാവുക 5 ഇലക്ട്രോണും 5 വാലൻസ് ഇലക്ട്രോണും 14th ഗ്രൂപ്പിന് ഉണ്ടാവുക 4 വാലൻസ് ഇലക്ട്രോണാണ്. അപ്പോൾ ഈ 15th ഗ്രൂപ്പും 14th ഗ്രൂപ്പും കൂട്ടി ഡോപ്പ് ചെയ്യിക്കുമ്പോൾ 15th ഗ്രൂപ്പിലെ 4 ഇലക്ട്രോൺസ് സിലിക്കണും ജെർമാനിയായിട്ട് 4 കോവലന്റ് ബോൺസ് ഉണ്ടാക്കും. പക്ഷേ ബാക്കി ഒരു എക്സസ് ആയിട്ടുള്ളൊരു ഇലക്ട്രോൺ വരും. അപ്പോൾ അതാണ് ആ ഒരു ക്രിസ്റ്റലിൽ ഇലക്ട്രോണിക് കണ്ടക്ടിവിറ്റി കൊടുക്കണം.
അത്തരത്തിലുള്ള സെമി കണ്ടക്ടേഴ്സിനെയാണ് നമ്മൾ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് വിളിക്കുക. ഇനി പി ടൈപ്പ് ആണ് രണ്ടാമത്തെ, അതെന്താ നോക്കാം. 14 ഗ്രൂപ്പ് എലമെന്റ്സ് such as silicon and germanium have 4 valence electron in their crystals. ഇവിടെ 14th ഗ്രൂപ്പാണ് എടുക്കുന്നത്, പക്ഷെ അവരെ ഡോപ്പ് ചെയ്യിക്കുന്നത് ആരായിട്ടാണ് നോക്കാം. അപ്പോൾ 14 ഗ്രൂപ്പ് എലമെന്റ്സിനെ നമ്മൾ 14 ഗ്രൂപ്പ് എലമെന്റ്സിൽ ആരൊക്കെ ഉണ്ട്? സിലിക്കണും ജെർമാനിയും. അവർക്ക് 4 വാലൻസ് ഇലക്ട്രോൺസ് ആണ് അവരുടെ ക്രിസ്റ്റലിൽ ഉണ്ടാവുക. ഈച്ച് ആറ്റം ഫോംസ് 4 കോവലന്റ് ബോണ്ട് വിത്ത് ഇറ്റ്സ് നൈബേഴ്സ്. അവരുടെ നൈബറായിട്ട് 4 കോവലന്റ് ബോണ്ട് ഉണ്ടാക്കും. When doped with 13th group elements such as gallium, they have 3 valence electron, 1 electron is less and have a vacancy and forms 3 covalent bond with silicon and germanium. അപ്പോൾ ഇവിടെ എന്താ ഉണ്ടാവുക വെച്ചാൽ അവർ 13th ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആയിട്ട് ഡോപ്പ് ചെയ്യിക്കുമ്പോൾ 3 വാലൻസ് ഇലക്ട്രോൺസ് അല്ലേ 13th ഗ്രൂപ്പ് എലമെൻറ്റ്സിന് ഉണ്ടാവുക. അപ്പോൾ ഒരു ഇലക്ട്രോൺ കുറവാണ്. അപ്പോൾ അതിൻ്റെ ഒരു വേക്കൻസി അവിടെ ഉണ്ട്. പക്ഷേ നമുക്ക് 3 കോവലന്റ് ബോണ്ട് ഉണ്ടായി കഴിഞ്ഞു. This hole give rise to p-type semiconductor. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഹോള് p-type semiconductorന് കാരണമാവും. ഓക്കെ, അപ്പോൾ ഹോൾ ഫോർമേഷൻ നടക്കുന്നതാണ് p-type semiconductorൽ. എക്സസൈസ്ഡ് ഇലക്ട്രോൺ വന്ന് ഇലക്ട്രോണിക് കണ്ടക്ഷൻ നടക്കുന്നതാണ് n-type semiconductor. n-type semiconductorൽ നമ്മൾ ഡോപ്പ് ചെയ്യിപ്പിക്കുന്നത് 14 ഗ്രൂപ്പ് എലമെൻസിനെ 15 ഗ്രൂപ്പ് എലമെൻസ് ആയിട്ടാണ്. അപ്പോൾ അവിടെ ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ വരുന്നു, അത് ഇലക്ട്രോണിക് കണ്ടക്ടിവിറ്റി വരുന്നു. പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ നമ്മൾ 14 ഗ്രൂപ്പ് എലമെൻസിനെ 13 ഗ്രൂപ്പായിട്ടാണ് ഡോപ്പ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഒരു ഇലക്ട്രോൺ കുറവാണ്, ഒരു വേക്കൻസി വരും, ഹോള് വരും. അതാണ് പി ടൈപ്പ് സെമി കണ്ടക്ടറിന് കാരണമാവുന്നത്. ഇനി അടുത്തത് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. എവറി സബ്സ്റ്റൻസസ് ഹാസ് എ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. അപ്പോൾ എല്ലാ സബ്സ്റ്റൻസിനും ചില മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ടാവും. ദ ഒറിജിൻ ഓഫ് ദീസ് പ്രോപ്പർട്ടീസ് ലൈ ഇൻ ദ ഇലക്ട്രോൺസ്. അപ്പോൾ ഇത് എവിടെ നിന്നാണ് വരുന്നതെന്നുള്ളത് അവരുടെ ഇലക്ട്രോൺസ് എന്നാണ് നമുക്ക് പറയാൻ പറ്റുക. ഈച്ച് ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം ബിഹേവ്സ് ലൈക്ക് ടൈനി മാഗ്നറ്റ്. അപ്പോൾ ഒരു ആറ്റത്തിലെ ഓരോ ഇലക്ട്രോണും ചെറിയ ചെറിയ മാഗ്നറ്റ്സ് പോലെയാണ് ബിഹേവ് ചെയ്യുക. ഇറ്റ്സ് മാഗ്നറ്റിക് മൊമെൻറ്റ് ഒറിജിനേറ്റ്സ് ഫ്രം 2 types ഓഫ് മോഷൻ. അപ്പോൾ അവരുടെ ആ മാഗ്നറ്റിക് മൊമെൻറ്റ് ഉണ്ടാവുന്നത് 2 ടൈപ്പ് മോഷനിൽ നിന്നാണ്. ഒന്ന് ഓർബിറ്റൽ മോഷൻ അറൗണ്ട് ദ ന്യൂക്ലിയസ്, അതായത് ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഓർബിറ്റൽ മോഷനും രണ്ടാമത്തത് ആക്സിസിന് ചുറ്റുമുള്ള സ്പിൻ മോഷനും. അപ്പോൾ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഓർബിറ്റൽ മോഷനും കാരണവും ആക്സിസിന് ചുറ്റുമുള്ള സ്പിൻ മോഷൻ കാരണമാണ് ഈ മാഗ്നറ്റിക് മൊമെൻറ്റ് ഓരോ ആറ്റത്തിലെയും ഓരോ ഇലക്ട്രോണിൽ നിന്നും വരുന്നത്. Thus, each electron has a permanent spin and an orbital magnetic moment associated with it. അപ്പോൾ അതുകൊണ്ട് ഓരോ ഇലക്ട്രോണും ഒരു പെർമനൻറ്റ് സ്പിന്നും ഉണ്ടാവും, ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെൻറ്റും ഉണ്ടാവും. Magnitude of the magnetic moment is very small and is measured in unit called Bohr magneton. അപ്പോൾ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ ചെറുതായ കാരണം അതിന് ബോർ മാഗ്നറ്റോണിലാണ് മെഷർ ചെയ്യുക. ഓൺ ദ ബേസിസ് ഓഫ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് സബ്സ്റ്റൻസസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു. അപ്പോൾ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. എങ്ങനെയാണെന്ന് നോക്കാം. 5 രീതിയിലാണ് നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക. ഡയാമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്, ഫെറോ മാഗ്നറ്റിക്, ആൻറ്റി ഫെറോ മാഗ്നറ്റിക്, ഫെറി മാഗ്നറ്റിക്. ഓക്കെ, അപ്പോൾ മാഗ്നറ്റിക് ബിഹേവിയർ വെച്ച് നമുക്ക് 5 രീതിയിൽ ഡിവൈഡ് ചെയ്യാം. ഡയ, പാര, ഫെറോ, ആൻറ്റി ഫെറോ, ഫെറി. ആദ്യത്തെ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്താണെന്ന് നോക്കാം. അത് സംഭവിക്കുക പെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസിലാണ്. അതായത് സബ്സ്റ്റൻസസ് വിച്ച് ആർ വീക്ക്ലി റിപ്പൽഡ് ബൈ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ആർ കോൾഡ് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. അതായത് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡായിട്ട് ആ സബ്സ്റ്റൻസിന് ഭയങ്കര റിപ്പൾഷൻ ഭയങ്കര വീക്കായിരിക്കും. അങ്ങനത്തെ ഒരു കേസാണ്, അങ്ങനത്തെ ഒരു സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുക. അതായത് എക്സ്റ്റേണലി ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുമല്ലോ, അതായിട്ട് വീക്ക് റിപ്പൾഷനാണുള്ളത്, റിപ്പൾഷൻ ഭയങ്കര വീക്കാണ്. അപ്പോൾ അങ്ങനത്തെ സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുക. ദി ഡു നോട്ട് കണ്ടെയ്ൻ അൺപെയർഡ് ഇലക്ട്രോൺസ്. അവർക്ക് അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഇല്ല. അതായത് എല്ലാ ഇലക്ട്രോൺസും പെയർഡ് ആണെന്ന് അതാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് അവരുടെ ഉള്ളത്. അവർക്ക് ഉണ്ടാവുക പെയർഡ് ഇലക്ട്രോൺസ് ആയിരിക്കും. എക്സാമ്പിൾ TiO2, NaCl, C6H6, സിങ്ക്, കാഡ്മിയം. ഇനി അടുത്തത് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. സബ്സ്റ്റൻസസ് വിച്ച് ആർ വീക്ക്ലി അട്രാക്റ്റഡ് ബൈ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ആർ കോൾഡ് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. അതായത് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡായിട്ട് സബ്സ്റ്റൻസിന് വീക്ക് അട്രാക്ഷൻ ആണെങ്കിൽ അതിനെയാണ്, അത്തരത്തിലുള്ള സബ്സ്റ്റൻസിനെയാണ് നമ്മൾ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് വിളിക്കുക. ദേ കണ്ടെയ്ൻ അൺപെയർഡ് ഇലക്ട്രോൺസ്. അവർക്ക് അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഡയയ്ക്ക് ഉണ്ടാവുക പെയർഡ് ആയിട്ടുള്ളതും പാരാമാഗ്നറ്റിക്കിന് ഉണ്ടാവുക അൺപെയർഡ് ആയിട്ടുള്ളതും. വെൻ വി അപ്ലൈ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ദേ ഗെറ്റ് മാഗ്നറ്റൈസ്ഡ്. അപ്പോൾ നമ്മൾ എക്സ്റ്റേണലി ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്താൽ അവർ മാഗ്നറ്റൈസ്ഡ് ആവും. പക്ഷേ when we remove the external magnetic field, they lose their magnetic property. Hence, here magnetism is a temporary effect.
അപ്പോൾ നമ്മൾ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് മാഗ്നറ്റൈസ്ഡ് ആവും. പക്ഷേ നമ്മളത് റിമൂവ് ചെയ്യുകയാണെങ്കിൽ അവരുടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി പോവും. അപ്പോൾ ഇവിടെ മാഗ്നറ്റിസം എന്ന് പറയുന്നത് ഒരു ടെമ്പററി ഇഫക്റ്റാണ്. ഇനി അതിൻ്റെ എക്സാമ്പിൾസ് എന്താ നോക്കാം. O2, TiO, Ti2O3, CuO, Fe3+, Cu2+, VO, VO2 ഇതൊക്കെയാണ് എക്സാമ്പിൾ. പിന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു ഫോർമുല ഉണ്ട്, സ്പിൻ ഓൺലി ഫോർമുല. ദാറ്റ് ഈസ് ഈക്വൽ ടു √n × n+2 where n is the number of unpaired electrons. അൺപെയർഡ് ആയിട്ട് എത്ര ഇലക്ട്രോൺസ് ഉണ്ട് അതിൻ്റെ എണ്ണാണ് n എന്ന് പറയുന്നത്. യൂസിങ് ദിസ് മാഗ്നറ്റിക് മൊമെൻറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് മാഗ്നറ്റിക് മൊമെൻറ്റ് കാണാൻ പറ്റും. ഇനി അടുത്തത് ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. Ferromagnetism is an extreme case of paramagnetism. പാരാമാഗ്നറ്റിസത്തിൻ്റെ എക്സ്ട്രീം കേസാണ് ഫെറോമാഗ്നറ്റിസം. Such substances show magnetic behavior even after the removal of external magnetic field. അപ്പോൾ നമ്മൾ ഇവിടെ സബ്സ്റ്റൻസിന് നമ്മൾ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്താലും അത് റിമൂവ് ചെയ്താലും ആ മാഗ്നറ്റിക് പ്രോപ്പർട്ടി അവർ കാണിക്കും. They are strongly attracted by external magnetic field. Ferromagnetic substance എന്ന് പറഞ്ഞാൽ external magnetic field ആയിട്ട് നല്ല attraction കൂടുതലുള്ളവരാണ്. Here magnetism is a permanent effect. കാരണം എന്താ, നമ്മൾ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് റിമൂവ് ചെയ്താലും അത് അറ്റാച്ച് ചെയ്താലും മാഗ്നറ്റിക് ഇഫക്റ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ മാഗ്നറ്റിസം എന്ന് പറയുന്നത് ഒരു പെർമനൻറ്റ് ഇഫക്റ്റ് ആണ്. എക്സാമ്പിൾസ് ആണ് Fe, Co, Ni, ഗൊഡോലിനിയം, GD എന്നൊക്കെ സിമ്പിളായിട്ട് എഴുതും. ഇനി CrO2 is used in making magnetic tapes for audio recording. ഇതൊക്കെ വൺ വേർഡ് ആയിട്ട് ചോദിക്കാം. അതായത് ഏത് മോളിക്യൂളാണ് ഓഡിയോ റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് മാഗ്നറ്റിക് ടേപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണേന്ന് ചോദിക്കാം. അപ്പോൾ അതിന് എക്സാമ്പിളാണ് CrO2. ഇനി അടുത്തത് Ferromagnetism arises due to spontaneous alignment of magnetic moments of atoms or ions in the same direction. The alignment remains as such even when the external magnetic field is removed. അതായത് ഫെറോമാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ ഈ മാഗ്നറ്റിക് മൊമെൻറ്റ്സ് ഉണ്ടല്ലോ, ആറ്റത്തിൻ്റെയും അയോൺസിൻ്റെയൊക്കെ മാഗ്നറ്റിക് മൊമെൻറ്റ്സ് ഒരേ ഡയറക്ഷനിലായിരിക്കും, സ്പോണ്ടേനിയസ് അലൈൻമെൻ്റ് ആയിരിക്കും. അപ്പോൾ അത് കാരണമാണ് ഫെറോമാഗ്നറ്റിസം നമുക്ക് കിട്ടുന്നത്. അതും അതിന് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് റിമൂവ് ചെയ്താലും അതിന് ആ മാഗ്നറ്റിസം പ്രോപ്പർട്ടി പോണില്ല. അപ്പോൾ അതിന് കാരണമാണ് ഈ ഒരു അലൈൻമെൻറ്റ്. ഇത് വരയ്ക്കണം കേട്ടോ. ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് എവിടെ നമ്മൾ എഴുതുകയാണെങ്കിലും ഈ ഡയഗ്രാം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ മാർക്ക് പോവും. ഇനി അടുത്തത് ആൻറ്റി ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസസ് നോക്കാം. സബ്സ്റ്റൻസസ് വിച്ച് ആർ എക്സ്പെക്റ്റഡ് ടു പൊസസ് പാരാമാഗ്നറ്റിസം ഓർ ഫെറോമാഗ്നറ്റിസം ഓൺ ദ ബേസിസ് ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ്. അതായത് പാരാ അല്ലെങ്കിൽ ഫെറോമാഗ്നറ്റിസം അതിൻ്റെ അൺപെയർഡ് ഇലക്ട്രോണിനെ ബേസ് ചെയ്ത് കാണിക്കാൻ പറ്റുന്ന സബ്സ്റ്റൻസസിനെയാണ് ആൻറ്റി ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുക. ബട്ട് വെൻ ദേ പൊസസ് നെറ്റ് മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് 0 ദെൻ ദേ ആർ കോൾഡ് ആൻറ്റി ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. അതായത് അതിൻ്റെ നെറ്റ് മാഗ്നറ്റിക് മൊമെൻറ്റ് 0 ആയിക്കഴിഞ്ഞാൽ അതിനെയാണ് ആൻറ്റി ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുക. In such substances, half of the magnetic moments are aligned in one direction and other half in opposite direction. അപ്പോൾ ഇതിൽ നമുക്കുണ്ടാവുക പകുതി ഒരേ ഒരു ഡയറക്ഷനിൽ, അതായത് അപ്വേർഡ് ഡയറക്ഷനിൽ, അങ്ങനെയാ വെച്ചാൽ അടുത്തത് ഉണ്ടാവുക ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ലൈക്ക് ഇവിടെ കാണുന്ന പോലെ ഇവിടെ ആദ്യത്തെ അപ്വേർഡ് ഡയറക്ഷനിലാണ്, രണ്ടാമത്തെ ഡൗൺവേർഡാണ്, പിന്നത്തെ അപ്വേർഡാണ്, പിന്നെ ഡൗൺവേർഡാണ്. അങ്ങനെയാണ് അതിൻ്റെ അലൈൻമെൻറ്റ് പോണേ ഏതിൽ, ആൻറ്റി ഫെറോയിൽ. അപ്പോൾ ആൻറ്റി ഫെറോ എഴുതാൻ പറഞ്ഞാലും ഈ ഡയഗ്രാം വരയ്ക്കണം, ഈ എക്സാമ്പിൾസ് എഴുതിയിട്ടുണ്ടാവണം കേട്ടോ. എക്സാമ്പിൾസ് പറഞ്ഞാൽ MnO, Cr2O3, FeO, V2O3, NiO. ഇതിൽ നിന്നൊക്കെ ഏതെങ്കിലുമൊക്കെ പഠിച്ചാൽ മതി കേട്ടോ. ഏതെങ്കിലും 2-3 പഠിച്ചാൽ മതി, എല്ലാം കൂടി പഠിക്കേണ്ട, ഏതെങ്കിലും 2-3 മാത്രം പഠിക്കുക. ഇനി അടുത്തത് ഫെറി മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. എന്താ ഫെറി മാഗ്നറ്റിക് സബ്സ്റ്റൻസ് നോക്കാം. സബ്സ്റ്റൻസസ് ആർ എക്സ്പെക്റ്റഡ് ടു പൊസസ് ലാർജ് മാഗ്നറ്റിസം ബട്ട് ആക്ച്വലി ദേ എക്സിബിറ്റ് എ സ്മോൾ നെറ്റ് മാഗ്നറ്റിക് മൊമെൻറ്റ്. നമ്മൾ വിചാരിക്കും അത്തരത്തിലുള്ള സബ്സ്റ്റൻസ് ലാർജ് മാഗ്നറ്റിസം കാണിക്കുന്നത്, പക്ഷേ അവർ ശരിക്കും ചെറിയ നെറ്റ് മാഗ്നറ്റിക് മൊമെൻ്റ് ആണ് കാണിക്കുക. ആര്? ഫെറി മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. They are called ferrimagnetic substance. Here the magnetic moment are directed in both directions but in unequal numbers. ഇവിടെ മാഗ്നറ്റിക് മൊമെൻ്റ് എന്ന് പറയുന്നത് എല്ലാ ഡയറക്ഷനിലേക്ക് കാണിക്കും, അതായത് അപ്വേർഡ് അല്ലെങ്കിൽ ഡൗൺവേർഡ് കാണിക്കാം, പക്ഷേ അത് ഒരു റെഗുലർ രീതിയിൽ പോകണമെന്നില്ല. ലൈക്ക് ഇവിടെ ആദ്യത്തെ അപ്വേർഡാണ്, രണ്ടാമത്തെ ഡൗൺവേർഡാണ്, തേർഡ് നോക്കുമ്പോൾ അപ്വേർഡാണ്, നാലാമത്തെയും അപ്വേർഡ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ റെഗുലറായിട്ട് അപ്പ് ആൻഡ് ഡൗൺവേർഡ് ഡയറക്ഷൻസ് കാണിക്കുന്ന സബ്സ്റ്റൻസസ് ആണ് ഫെറി മാഗ്നറ്റിക്. അപ്പോൾ ഇത് എഴുതുമ്പോഴും ഈ ഡയഗ്രാം എക്സാമ്പിൾസ് മസ്റ്റാണ്. Fe3O4, M2+, Fe2O4 ഇതൊക്കെയാണ് എക്സാമ്പിൾ വരിക. M എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മെറ്റലാണ്, സിങ്ക്, കോപ്പർ, മെഗ്നീഷ്യം ഏതെങ്കിലും. പക്ഷെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് Fe3O4 എന്ന് പറഞ്ഞ എക്സാമ്പിളാണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ബാൻഡ് തിയറിയാണ്.
This model of bonding in metals is based on molecular orbital theory. അപ്പോൾ ഇത്തരത്തിലുള്ള ബോണ്ടിങ് മെറ്റൽസിൽ വരാൻ കാരണം നമ്മൾ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി ഫോളോ ചെയ്തു വന്നുകൊണ്ടാണ്. According to this model, when two atomic orbitals of nearly same energy and same symmetry but belonging to different atoms combine, they form two molecular orbits, one with lower energy and other with higher energy. അപ്പോൾ നമ്മൾ ഈ മോഡൽ അനുസരിച്ച് പോവുകയാണെങ്കിൽ സെയിം എനർജി സെയിം സിമിട്രിയും പക്ഷേ ഡിഫറെൻറ്റ് ആറ്റംസിൽ വരുന്ന രണ്ട് അറ്റോമിക് ഓർബിറ്റൽസിനെ നമ്മൾ കമ്പൈൻ ചെയ്താൽ അല്ലെങ്കിൽ ഓവർലാപ്പ് ചെയ്താൽ ആ രണ്ട് മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യും. ഒരെണ്ണത്തിന് ലോവർ എനർജി ആയിരിക്കും, ഒരെണ്ണത്തിന് ഹയർ എനർജി ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, വെൻ ടു ലിഥിയം ആറ്റംസ് കം ക്ലോസ് ടുഗെദർ ദെയർ ടു എസ് ഓർബിറ്റൽസ് ഓവർലാപ്പ്. അപ്പോൾ നമ്മൾ രണ്ട് ലിഥിയം ആറ്റംസ് എടുത്തു, അവരെ കമ്പൈൻ ചെയ്യിപ്പിച്ചു, അപ്പോൾ അവരുടെ 2s ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്തു. ആസ് എ റിസൾട്ട് 2 MOs വിൽ ബി ഫോംഡ്. അപ്പോൾ അതുമൂലം 2 MOs നമുക്ക് കിട്ടും. The 2s electron of each lithium atom will be in the lower energy bonding MO. അപ്പോൾ ലിഥിയം ആറ്റത്തിൻ്റെ ഓരോ 2s ഇലക്ട്രോണും ലോവർ എനർജി ബോണ്ടിങ് MOയിലായിരിക്കും. ഇഫ് more than 2 atoms come close together, more than 2 atomic orbitals overlap, and hence the number of MOs formed is also more. ഇപ്പോൾ 2 ആറ്റംസ് ആണ് നമ്മൾ എടുത്തിരുന്നത്. ഇനിയിപ്പോൾ 2ൽ കൂടുതൽ എടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? 2ൽ കൂടുതൽ അറ്റോമിക് ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്യും, അതിലും കൂടുതൽ MOs നമുക്ക് കിട്ടും അല്ലേ? സോ ആസ് എ നമ്പർ ഓഫ് ലിഥിയം ആറ്റം ഇൻക്രീസസ്, ദി നമ്പർ ഓഫ് MOs ഫോംഡ് ഓൾസോ ഇൻക്രീസ്, വിച്ച് എക്സ്റ്റെൻഡ് ഓവേഴ്സ് ഓൾ ദ ലിഥിയം ആറ്റംസ്. അപ്പം നമ്മൾ ലിഥിയം ആറ്റത്തിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യും തോറും അത്ര MOs കിട്ടണത് അത്രയും കൂടും അല്ലേ? As a result, the energy difference between the molecular orbitals becomes smaller and smaller. Ultimately, there is a band of MOs. അപ്പോൾ അങ്ങനെ ചെയ്തു പോയാൽ ഈ ഓരോ മോളിക്കുലർ ഓർബിറ്റൽസിൻ്റെ ഇടയിലുള്ള എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് ചെറുതായി ലാസ്റ്റ് നമുക്കൊരു MO ബാൻഡ് കിട്ടും. As each atom contributes one level to the band, the number of levels in the band is equal to the number of atoms. അപ്പോൾ ഓരോ ആറ്റത്തിനും ഓരോ ലെവലാണ് ബാൻഡിന് വേണ്ടിയിട്ട് കൊടുക്കുക. അപ്പോൾ ബാൻഡിലുള്ള നമ്പർ ഓഫ് ലെവൽസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ആറ്റത്തിന് ഈക്വൽ ആണ്. അത് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് കേട്ടോ. ബാൻഡിലുള്ള നമ്പർ ഓഫ് ലെവൽസ് എന്ന് പറയുന്നത് നമ്മൾ എത്ര നമ്പർ ഓഫ് ആറ്റംസ് എടുക്കണോ അതിന് ഈക്വൽ ആണ്. അപ്പോൾ നമുക്കിവിടെ 3 ആൾക്കാരെ നോക്കാനുണ്ട്, അതായത് മെറ്റൽ, ഇൻസുലേറ്റർ, സെമി കണ്ടക്ടർ. മെറ്റൽസിന് 2 രീതിയുണ്ട്. ഒന്നല്ലെങ്കിൽ പാർഷ്യലി ഫിൽഡ് ബാൻഡ്, അതായത് പകുതി മാത്രം ഇലക്ട്രോൺസ് കൊണ്ട് ഫില്ല് ചെയ്തത്. പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ ഓവർലാപ്പിംഗ് ബാൻഡ്, അതായത് ഒരു ബാൻഡ് വേറൊരു ബാൻഡിനെ ഓവർലാപ്പ് ചെയ്യുക. പിന്നെ ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ ഫിൽഡ് ബാൻഡ്, വാലൻസ് ബാൻഡ്, എംറ്റി ബാൻഡ്, കണ്ടക്ഷൻ ബാൻഡ്. അപ്പോൾ ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ വാലൻസ് ബാൻഡ് അല്ലെങ്കിൽ ഫിൽഡ് ബാൻഡ് എന്ന് പറയുന്നത് ബോട്ടത്തിലായിരിക്കണം, എംറ്റി ബാൻഡ് അല്ലെങ്കിൽ കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നത് അപ്പർ ലെയറിലായിരിക്കണം. തെറ്റിക്കരുത് കേട്ടോ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ ആൻസർ തെറ്റി. അപ്പോൾ വാലൻസ് ബാൻഡ് അല്ലെങ്കിൽ ഫിൽഡ് ബാൻഡ്, നിറച്ച് വെച്ചിരിക്കുന്ന ബാൻഡാണ് വാലൻസ് ബാൻഡ്, അപ്പോൾ ആ ബാൻഡ് താഴെയായിരിക്കണം. കണ്ടക്ഷൻ ബാൻഡ് അല്ലെങ്കിൽ എംറ്റി ബാൻഡ് എന്ന് പറയുന്നത് മേലെയായിരിക്കണം. അവർക്കിടയിൽ നല്ല ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതിനെയാണ് പറയുക, ആ ഗ്യാപ്പിനെയാണ് പറയുക ഫോർബിഡൻ സോൺ. അപ്പോൾ അങ്ങനെ നല്ല ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് ഇൻസുലേറ്റർ, ചെറിയ ഗ്യാപ്പ് ആണെങ്കിൽ അത് സെമി കണ്ടക്ടർ. ഓക്കെ, മെറ്റൽസ് ആണെങ്കിൽ ഒന്നല്ലെങ്കിൽ പാർഷ്യലി ഫിൽഡ് ബാൻഡ് ആവാം അല്ലെങ്കിൽ ഓവർലാപ്പിംഗ് ബാൻഡ് ആവാം. ഇൻസുലേറ്റർ ആണെങ്കിൽ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ നല്ല ഗ്യാപ്പ് ഉണ്ടാവും. സെമി കണ്ടക്ടർ ആണെങ്കിൽ ചെറിയ ഗ്യാപ്പേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഈച്ച് ലെവൽ ഓഫ് ദ ബാൻഡ് കൻ അക്കോമഡേറ്റ് 2 ഇലക്ട്രോൺസ് ഓഫ് ഓപ്പോസിറ്റ് സ്പിൻ. അതായത് ബാൻഡിൻ്റെ ഓരോ ലെവലിലും നമുക്ക് 2 ഇലക്ട്രോൺസ് വീതം അക്കോമഡേറ്റ് ചെയ്യാം, പക്ഷേ അവർ ഓപ്പോസിറ്റ് സ്പിന്നിലായിരിക്കും. ഒരെണ്ണം അപ്വേർഡ് ആണെങ്കിൽ അടുത്ത ഡൗൺവേർഡ് ആയിരിക്കും. ഇഫ് n number of atoms can contribute n levels to a band, it can accommodate 2n electrons. അതായത് ബാൻഡിൻ്റെ ലെവൽ നമ്മൾ എങ്ങനെയാണ് കണക്കാക്കുക? എത്ര നമ്പർ ഓഫ് ആറ്റംസ് നമ്മൾ യൂസ് ചെയ്തോ അതിൻ്റെ ബേസിസിലാണ് നമ്മൾ ബാൻഡിൻ്റെ ലെവൽ കണക്കാക്കുക അല്ലേ? അപ്പോൾ നമ്മൾ ബാൻഡിൻ്റെ ലെവൽ n ആയിട്ട് കൺസിഡർ ചെയ്താൽ നമ്പർ ഓഫ് ആറ്റംസും n ആയിരിക്കും അല്ലേ? സോ നമുക്ക് അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുക 2n ഇലക്ട്രോൺസ് ആയിരിക്കും. സിൻസ് ലിഥിയം ആറ്റം ഹാവ് ടോട്ടൽ ഓഫ് n valence electrons, half of the level would be vacant. അപ്പോൾ ലിഥിയം ആറ്റത്തിന് n valence electrons ഉണ്ടാവുക, അപ്പോൾ പകുതി വേക്കൻ്റ് ആയിട്ട് കിടക്കും. The arrangement of electrons in the different energy band determines the character of metal. അപ്പം പല എനർജി ബാൻഡിൽ ഇലക്ട്രോൺസിനെ എങ്ങനെ അറേഞ്ച് ചെയ്യണമെന്ന് ബേസ് ചെയ്തിട്ടിരിക്കും ആ മെറ്റലിൻ്റെ ക്യാരക്ടർ. The energy band formed from different orbitals may have the same type overlap or be separated from each other.
അപ്പോൾ ഡിഫറെൻറ്റ് ഓർബിറ്റൽസിൽ നിന്ന് വന്ന എനർജി ബാൻഡ് ഒന്നല്ലെങ്കിൽ ഓവർലാപ്പ് ആവാം, അല്ലെങ്കിൽ ദേ ക്യാൻ ഗെറ്റ് സെപ്പറേറ്റഡ് ഫ്രം ഈച്ച് അതർ. ദി ഹൈലി ഓക്യുപ്പൈഡ് എനർജി ബാൻഡ് ഇസ് കോൾഡ് വാലൻസ് ബാൻഡ്. ഹൈലി ഓക്യുപ്പൈഡ് ആയിട്ടുള്ള ബാൻഡിനെയാണ് വാലൻസ് ബാൻഡ് എന്ന് പറയുക. ദ ലോവസ്റ്റ് അൺഓക്യുപ്പൈഡ് എനർജി ബാൻഡ് ഇസ് കോൾഡ് കണ്ടക്ഷൻ ബാൻഡ്. അതായത് അധികം ഒക്യുപ്പൈ ചെയ്യാത്ത എനർജി ബാൻഡിനെയാണ് കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുക. ദ എനർജി ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ടോപ്പ് ഓഫ് വാലൻസ് ബാൻഡ് ആൻഡ് ദ ബോട്ടം ഓഫ് എ കണ്ടക്ഷൻ ബാൻഡ് ഇസ് കോൾഡ് എനർജി ഗ്യാപ്പ്. അതായത് അല്ലെങ്കിൽ ഫോർബിഡൻ സോൺ എന്നും പറയാം കേട്ടോ. വാലൻസ് ബാൻഡിൻ്റെയും കണ്ടക്ഷൻ ബാൻഡിൻ്റെയും ഇടയിൽ ഉണ്ടാവുന്ന ആ ഗ്യാപ്പില്ലേ, അതിനാണ് എനർജി ഗ്യാപ്പ് എന്ന് പറയാം. Example, in case of metals, the valence band may be half filled or there may be an overlapping between valence band and conduction band. അപ്പോൾ മെറ്റൽസിൻ്റെ കേസിലാണെങ്കിൽ വാലൻസ് ബാൻഡിന് ഹാഫ് ഫിൽഡ് ആവാം അല്ലെങ്കിൽ ഓവർലാപ്പിംഗ് ആവാം. വാലൻസ് ബാൻഡ് കണ്ടക്ഷൻ ബാൻഡ് നമ്മൾ നേരത്തെ കണ്ടില്ലേ, അതുപോലെ. This make it possible for electrons to go into the vacant conduction band and hence conductivity of metals takes place. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ മെറ്റൽസിൽ ഇലക്ട്രോൺസ് മൂവ് ചെയ്യും അല്ലേ. സോ ഇലക്ട്രോൺസ് മൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും അടുത്തടുത്ത് വേണം. അപ്പോൾ ഇത് പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നല്ലെങ്കിൽ ഓവർലാപ്പ് അല്ലെങ്കിൽ ഹാഫ് ഫിൽഡ് ആയിട്ട് ചെയ്യണം. ഓവർലാപ്പ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, വാലൻസ് ബാൻഡ് എന്നുള്ള എക്സ്ട്രാ ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ചാടും. അങ്ങനെ മെറ്റൽസിൽ കണ്ടക്ടിവിറ്റി വരും. Okay, in case of insulators, the energy gap is very large and hence the vacant conduction band is not available to the electrons of completely filled valence band. അതായത് ഇൻസുലേറ്ററിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ വേക്കൻറ്റ് കണ്ടക്ഷൻ ബാൻഡിലുള്ള ഇലക്ട്രോൺസിന് അങ്ങോട്ട് ചാടാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവർ ഇൻസുലേറ്റേഴ്സ് ആയത്, കണ്ടക്ഷൻ അവരിൽ നടക്കാത്തത്. The energy gap in semiconductor is small and increased in temperature give the small energy for some of the electrons in the valence band to move to conduction band. അപ്പോൾ സെമി കണ്ടക്ടേഴ്സിൽ നോക്കുകയാണെങ്കിൽ എനർജി ഗ്യാപ്പ് ചെറുതായ കാരണം നമ്മൾ ടെമ്പറേച്ചർ ഒന്ന് കൂട്ടിയാൽ നമുക്ക് ആ ഒരു ചെറിയൊരു എനർജി കിട്ടി വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസിനെ കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്തിക്കാൻ പറ്റും. ഇനി അടുത്തത് സോഡിയം ക്രിസ്റ്റലിലും മെഗ്നീഷ്യം ക്രിസ്റ്റലിലും എന്താ സംഭവിക്കണേന്ന് നോക്കാം. The electronic configuration of sodium atom is 1s2, 2s2, 2p6, 3s1. അപ്പോൾ സോഡിയം ആറ്റത്തിൽ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ 1s2, 2s2, 2p6, 3s1 ആണ്. Let us assume that the crystal contain n atoms. ആ ക്രിസ്റ്റലിൽ n ആറ്റംസ് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. The n 1s atomic orbitals of sodium shell form 1s band. അതായത് സോഡിയം ഷെല്ലിലുള്ള n നമ്പർ ഓഫ് 1s atomic orbitals കൂടി 1s ബാൻഡ് ഉണ്ടാവണമെന്ന് വിചാരിക്കാം. n in 2s atomic orbitals form 2s band. അതായത് n നമ്പർ ഓഫ് 2s atomic orbitals ഒക്കെ കൂടി 2s ബാൻഡ് ഉണ്ടായെന്ന് വിചാരിക്കാം. n in 2p atomic orbitals form 2p band. n നമ്പർ ഓഫ് 2p atomic orbitals ഒക്കെ കൂടിയിട്ട് 2p ബാൻഡ് ഉണ്ടായെന്ന് വിചാരിക്കുക. n in 3s atomic orbital form 3s band. അപ്പോൾ ഇനി 3s atomic orbitalലുള്ള n atoms കൂടിയിട്ട് 3s band ഉണ്ടാവും. 1s, 2s, 2p bands are completely filled. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുമ്പോൾ 1sഉം 2sഉം 2pയും കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ് അല്ലേ. അതിൻ്റെ ഇലക്ട്രോൺസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ കംപ്ലീറ്റ്ലി ഫിൽഡ് അല്ലേ. സോ ദ 3s energy band has a capacity of holding 2n. 3s energy bandന് എത്ര ആറ്റംസിനെ ഹോൾഡ് ചെയ്യാം? 2n അല്ലേ. ബട്ട് സിൻസ് ദർ ആർ ഓൺലി na atoms, the 3s energy band is only half filled. പക്ഷേ na ആറ്റത്തിൽ n പോസിബിലിറ്റീസേ ഉള്ളൂ. അപ്പോൾ 3s എനർജി ബാൻഡ് ഹാഫ്ലി ഫിൽഡ് ആവുള്ളൂ. 3s എനർജി ബാൻഡിന് 2n ഹോൾഡ് ചെയ്യാനുള്ളതുണ്ട്, പക്ഷേ n ആറ്റമേ ഉള്ളൂ. അപ്പോൾ 3s എനർജി ബാൻഡ് എന്ന് പറയുന്നത് ഹാഫ്ലി ഫിൽഡ് ആയിരിക്കും. The presence of electron in the half filled 3s band leads to high electrical conductance as a number of unoccupied energy level are available to the valence band itself. നമ്മുടെ 3s ബാൻഡിൽ ഹാഫ്ലി ഫിൽഡ് ഇലക്ട്രോൺസ് ആണുള്ളത് അല്ലേ. അപ്പോൾ അത് കാരണം നമുക്കവിടെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കിട്ടും. കാരണം എന്താ വെച്ചാൽ അൺഒക്യുപ്പൈഡ് ആയിട്ടുള്ള എനർജി ലെവൽ ഉള്ളത് ആ ബാൻഡിൽ വാലൻസ് ബാൻഡിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കിട്ടും. ഇനി അടുത്തത് മെഗ്നീഷ്യം ക്രിസ്റ്റൽ നോക്കാം. The electronic configuration of magnesium atom is 1s2, 2s2, 2p6, 3s2. അപ്പോൾ മെഗ്നീഷ്യം ഏറ്റെടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ 1s2, 2s2, 2p6, 3s2 ആണ്. Here, unlike sodium, 3s band is completely filled by the 2n electron of n magnesium atoms. അപ്പോൾ ഇവിടെ സോഡിയത്തിൻ്റെ പോലെയല്ല മെഗ്നീഷ്യം. എന്താണ് കാരണം അവിടെ 3s ബാൻഡിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള 2n ഇലക്ട്രോൺസ് ഉണ്ട്.
അവരുടെ നോക്കൂ 3s2 എന്നല്ലേ, അപ്പോൾ 2 ഇലക്ട്രോൺസ് ഉണ്ട്, 2n ഇലക്ട്രോൺസ് ഉണ്ട് അവർക്ക്. മെഗ്നീഷ്യം ആറ്റത്തിന് n ആണുള്ളത്. അപ്പോൾ 3s2 നോക്കുകയാണെങ്കിൽ 2 പോസിബിലിറ്റീസ് ഉണ്ട്, അവർക്കും 2 എണ്ണം ഉണ്ട്, 2 ഇലക്ട്രോൺസ് ഉണ്ട്. സോ 2n ഇലക്ട്രോൺസ് ഉണ്ട്, കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ് 3s ബാൻഡ്. ബട്ട് in magnesium, it has found that the 3p energy band formed by the unoccupied 3p atomic orbitals of magnesium atom overlap the 3s band. പക്ഷേ മെഗ്നീഷ്യത്തിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അൺഒക്യുപ്പൈഡ് ആയിട്ടുള്ള 3p അറ്റോമിക് ഓർബിറ്റൽസ് ഉണ്ടല്ലോ മെഗ്നീഷ്യം ആറ്റത്തിൻ്റെ, അത് കൂടി ചേർന്ന് 3p എനർജി ബാൻഡ് ഉണ്ടായി. അപ്പോൾ അത് കാരണം എന്തുണ്ടായി, ആ 3p എനർജി ബാൻഡ് 3s ബാൻഡായിട്ട് ഓവർലാപ്പ് ചെയ്തു. As a result, there is no energy gap between valence band and the conduction band, and hence magnesium is an excellent conductor. അപ്പോൾ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ എനർജി ഗ്യാപ്പ് ഒന്നും ഇല്ലാത്ത കാരണം മെഗ്നീഷ്യം ഒരു എക്സലൻറ്റ് കണ്ടക്ടറായി മാറി. അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ ചാപ്റ്റർ ഉണ്ടായിരുന്നത്. നമുക്കിനി അടുത്ത വീഡിയോയിൽ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. സോ ടിൽ ദെൻ, താങ്ക് യു.